ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്നലെ ഒരൊറ്റ വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം മറ്റൊന്നല്ല, ശനിയാഴ്ച ഒരൊറ്റ കളി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് പാസ്വണ്ട് കളി ഉണ്ടായിരുന്നു ലാ ലീഗയിൽ, പിന്നെ പ്രീമിയർ ലീഗിൽ സിറ്റിയുടെ കളി ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. മറ്റൊന്നുമല്ല, ഇവിടെ യു എയിൽ ലോങ് ഹോളിഡേയ്സാണ്, നാഷണൽ ഡേയുമായി ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലി ഫ്രണ്ട്സായിട്ട് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, അതുകൊണ്ട് കളിയൊന്നും കാണാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇന്നലെ 3 കളികൾ ഞാൻ കണ്ടു. പാലസ് യുണൈറ്റഡ് കളി കണ്ടിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ലണ്ടൻ ഡാർബി, പിന്നെ ലേറ്റ് ആയിട്ട് റയൽ മാഡ്രിഡിൻ്റെ കളി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം. പക്ഷേ ഈ വീഡിയോ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ലണ്ടൻ ഡാർബിനെ കുറിച്ചിട്ടാണ്. സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ വെച്ച് നടന്ന മത്സരത്തിൽ ചെൽസിയും ആർസണലും ഏറ്റുമുട്ടി. ഇപ്പോൾ മത്സരം 1-1 എന്നുള്ള സമനിലയാണ് അവസാനിച്ചിരുന്നത്. പക്ഷേ അതൊരു പ്രോപ്പർ ഡാർബിയായിരുന്നു, ഒരു പ്രോപ്പർ ലണ്ടൻ ഡാർബിയായിരുന്നു. നല്ല രീതിയിൽ ഇൻറ്റൻസിറ്റിയോടുകൂടി കളിച്ചിട്ടുള്ള കാർഡുകളുണ്ടായിരുന്നു, റെഡ് കാർഡ് ഉണ്ടായിരുന്നു, ഗോളുകളുണ്ടായിരുന്നു, കോൺട്രവേഴ്സി ഉണ്ടായിരുന്ന തരത്തിലുള്ളൊരു മത്സരമായിരുന്നു. റെഫറി ആൻ്റണി ടൈലർ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺട്രവേഴ്സിയും കാർഡുകളൊക്കെ ഉണ്ടായിരിക്കും, ടോക്കിംഗ് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രോപ്പർ ലണ്ടൻ ഡാർബി ആയിരുന്നു. പിന്നെ ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ സത്യം പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ളൊരു മത്സരമാണ് കടന്നു പോയിട്ടുള്ളത്. ശരിയാണ്, ചെൽസി ജയിച്ചിട്ടൊന്നുമില്ല. പക്ഷേ 10 പേര് വെച്ചിട്ടുള്ള സാഹചര്യത്തിൽ ചെൽസി ഉണ്ടല്ലോ, പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു മെൻറ്റാലിറ്റി, ആ ഒരു ക്ലാസ്, അതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതായത് എനിക്ക് ആ പഴയ ചെൽസിനൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു ആ പെർഫോമൻസ് കണ്ടപ്പോൾ. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 10 പേര് ചുരുങ്ങുന്ന സാഹചര്യത്തിൽ പോലും നമ്മൾ ഫൈറ്റിംഗ് സ്പിരിറ്റ് കളഞ്ഞു വിളിക്കാറുണ്ടായിരുന്നില്ല പണ്ട് കാലങ്ങളിൽ. ഈവൻ ചാമ്പ്യൻസ് ലീഗിൽ ബിഗ് യാത്രകളിലൊക്കെ ചെൽസി അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ക്യാമ്പ് നൂവിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ്. 10 പേര് ചുരുങ്ങിയാൽ പോലും നമ്മളെയൊന്നും അങ്ങനെ ചവിട്ടി കൂട്ടാനൊന്നും പറ്റില്ല. കാരണം വെച്ചാൽ അമ്മാതിരി ഗ്രിറ്റും പേഴ്സണാലിറ്റിയൊക്കെ കാഴ്ചവെക്കുന്ന ഒരു സൈഡായിരുന്നു ചെൽസി ഫുട്ബോൾ ക്ലബ്ബ്. ആ രീതിയിലുള്ള സാഹചര്യങ്ങൾ എനിക്ക് ഇന്നലത്തെ മത്സരത്തിൽ കാണാൻ പറ്റി. അത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളൊരു സംഭവമാണ്. ഇതാണ് ചെൽസി. ശരിയാണ്, നമ്മൾ ജയിച്ചിട്ടില്ല. ഇനി അഥവാ തോറ്റിരുന്നെങ്കിലും, അതായത് ഹിൻകാപ്പിയുടെ ആ ഇഞ്ചുറി ടൈമിലെ ക്രോസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബാലിൻ്റെ അടുത്ത് ബോക്സിലേക്ക് വരുമ്പോൾ യോക്കർസ് ഇങ്ങനെ ഹെഡ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് മുമ്പിൽ റേസ് ചെയ്തിട്ട് അവിടെ ടിംബർ ആ ഹെഡർ അദ്ദേഹത്തിന് നിക്ക് ചെയ്ത് കളയുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ഇനി അഥവാ യോക്കർസിന് അതൊരു ഫ്രീ ഹെഡർ കിട്ടി ഗോളാക്കി അതിൽ ചെൽസി തോറ്റിരുന്നെങ്കിൽ പോലും ഞാൻ ചെൽസിനെ കുറിച്ച് നല്ല രീതിയിൽ പ്രേസ് ചെയ്യാൻ തന്നെ റെഡി ആയിട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ടുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളൊരു സംഭവമാണ്. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് ആ ഒരു സ്പിരിറ്റ് കാഴ്ചവെച്ചിട്ട് ആ ബാഡ്ജിന് വേണ്ടി എല്ലാവരും യൂണിറ്റിയോട് കൂടിയിട്ട് ആ ഒരു പോരാട്ട വീര്യം കാഴ്ചവെച്ചാണ്ടല്ലോ, ആ ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി കാഴ്ചവെച്ചാണ്ടല്ലോ. ഇനി അഥവാ തോറ്റാലും പോട്ടെ പുല്ലിന്ന് വെക്കും ഫാൻസ്. അതാണ് ഫുട്ബോൾ ഫാൻസിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലേ? അതിപ്പോൾ കേവലം പ്ലേയേഴ്സ് മാത്രമല്ല, മാനേജറും നല്ല രീതിയിലുള്ള ഗെയിം പ്ലാൻ സെറ്റ് ചെയ്യുന്നു, നല്ല രീതിയിലുള്ള ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ തോറ്റു കഴിഞ്ഞാലും പോട്ടെ പുല്ല് എന്നേ പറയാനുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന തരത്തിലുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ടുള്ളത് ഈ ഒരു മത്സരത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട്. കുറേ ടോക്കിംഗ് പോയിൻറ്റ്സ് ഉണ്ട്. ആ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് വീക്കാണ് അവസാനിച്ചുള്ളത്. ഗുഡ് വീക്ക്, അതായത് നോർത്ത് ലണ്ടൻ ഡാർബിയിൽ സ്പേഴ്സിനെ തകർക്കുന്നു, മിഡ് വീക്കിൽ ബയൺ മ്യൂണിക്കിനെ തകർക്കുന്നു. ബ്രിഡ്ജിലേക്ക് വന്നിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും 10 പേര് വെച്ചിട്ട് കളിക്കുന്ന ചെൽസിക്കെതിരെ അവർക്ക് ജയിക്കാൻ സാധിക്കാതെ പോയതിൽ. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എ ഡീസൻറ്റ് പോയിൻറ്റ്. അവർക്ക് 5 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസത്തിൽ അവർ 1ാം സ്ഥാനത്താണ് ടേബിളിലിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഗുഡ് വീക്കാണ് ആ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം മാറ്റങ്ങൾ നമുക്ക് അവിടെ പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നുള്ളത് ഇപ്പോൾ ഈ ഒരു വീക്കിൽ, ഇപ്പോൾ ബാഴ്സലോണയ്ക്കെതിരെയുള്ള പ്രകടനത്തിലും ഈ ആർസണലിലുള്ള പ്രകടനത്തിലും നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റുന്നതാണ്. അത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതീക്ഷ തരുന്ന തരത്തിലുള്ള സംഭവമാണ്, ഒരു ഹോപ്പ് തരുന്ന ഒരു സംഭവമാണ് ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ. ഫാന്റാസ്റ്റിക് പെർഫോമൻസ് മാൻ, ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. അപ്പോൾ അതിൽ റീസ് ജെയിംസ് എന്താ പറയുക, അതായത് കളി തുടങ്ങുന്ന സാഹചര്യത്തിൽ കാഷ്യറോ വേഴ്സസ് റൈസ് എന്നുള്ള തരത്തിലുള്ള ആ ഒരു ഡിസ്കഷനാണ് കൂടുതൽ നടക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ രണ്ടുപേരും ഡിഫറെൻറ്റ് പൊസിഷനിൽ കളിക്കുന്നവരാണെന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അങ്ങനെ ഒരു ഡിബേറ്റ് ഉണ്ടാകുമ്പോഴും ഈ മത്സരത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? അതായത് 100 മില്യൺ പൗണ്ട് മിഡ്ഫീൽഡർമാരടങ്ങുന്ന ആ ഒരു മിഡ്ഫീൽഡിൽ ഡെക്ലൻ റൈസും എൻസോ ഫെർണാണ്ടസും മോയ്സെ കൈസേഡോയും അതേപോലെ തന്നെ എപ്പറച്ചി ഏസെ സുബിമെൻഡി ഇവരൊക്കെ അടങ്ങുന്ന ആ ഒരു മിഡ്ഫീൽഡിൽ റീസ് ജെയിംസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്രകടനമുണ്ട്. പ്രത്യേകിച്ച് 10 പേര് വെച്ചിട്ട് ചുരുങ്ങിയപ്പോൾ 11 പേര് വെച്ചിട്ട് കളിക്കുമ്പോഴും ചങ്ങായി ഫാന്റാസ്റ്റിക്കായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 10 പേര് വെച്ച് ചുരുങ്ങിയുള്ള സാഹചര്യത്തിൽ ചങ്ങായി റെസ്പോൺസിബിലിറ്റി അങ്ങോട്ട് ഏറ്റെടുത്തിട്ടുള്ളൊരു പെർഫോമൻസ് അങ്ങോട്ട് പുൾ ഓഫ് ചെയ്തു. വാട്ട് എ പെർഫോമൻസ് മാൻ, വാട്ട് എ പ്ലെയർ. അതായത് റീസ് ജെയിംസ് അങ്ങനെയുള്ള മൾട്ടി മില്യൺ പൗണ്ട് മിഡ്ഫീൽഡർമാർക്കിടയിൽ താലയോർത്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത് റീസ് ജെയിംസ് ആണ്. ശരിയാണ്, ഡെക്ലൻ റൈസ് ഹാഡ് എ ഡീസൻറ്റ് ഗെയിം, ഗുഡ് ഗെയിം. പക്ഷേ മാൻ ഓഫ് ദ മാച്ച് അവാർഡുമായിട്ട് അവാർഡൊക്കെ പോട്ടെ, കളി കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണല്ലോ റീസ് ജെയിംസിൻ്റെ ആ ഒരു ഡോമിനൻസ്. അതായത് ടാക്കിളുകൾ വിൻ ചെയ്യുന്നു,
ആളുടെ ഗെയിം റീഡിങ് എബിലിറ്റി. 3 പ്ലേയേഴ്സിനാണ് റീസ് ജെയിംസിനെ ഫൗൾ ചെയ്തതിന് യെല്ലോ കാർഡ് ഈ മത്സരത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം ഡോമിനൻസ് ആണ് ചെങ്ങായി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഓർക്കേണ്ടത് ആളൊരു നാച്ചുറൽ ഫുൾ ബാക്കാണ്. ശരിയാണ്, മുമ്പൊക്കെ ആൾ മിഡ്ഫീൽഡ് കളിച്ചിട്ടുണ്ട്. അത് ചാമ്പ്യൻഷിപ്പിലൊക്കെ കളിക്കുന്ന സാഹചര്യത്തിൽ ആൾ മിഡ്ഫീൽഡൊക്കെ കളിച്ചിട്ടുണ്ട്. മിഡ്ഫീൽഡ് ആൾക്ക് വഴങ്ങാത്തൊന്നുമല്ല. പക്ഷേ ആളൊരു നാച്ചുറൽ റൈറ്റ് ബാക്കാണ്, ഒരു ഫുൾ ബാക്കാണ്. പക്ഷേ മിഡ്ഫീൽഡിൽ എപ്പോഴൊക്കെ ആൾ കളിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിന് ബെസ്റ്റ് കൊടുക്കും. അതാണ് ഈ പറഞ്ഞു വരുന്നത്. ഈ ഇത്രയധികം ടാലൻറ്റുകൾക്കിടയിൽ മൾട്ടി മില്യൺ പൗണ്ട് ആളുകൾക്കിടയിൽ ഇങ്ങനെ നിന്നിട്ട് തലയോർത്തിട്ട് നിന്നിട്ട് അമ്മാതിരി പെർഫോമൻസ് പുൾ ഓഫ് ആണെങ്കിൽ ചില്ലറക്കാരനാകാൻ പറ്റില്ല. റീസ് ജെയിംസ് ചില്ലറക്കാരനല്ല. റീസ് ജെയിംസ് ഇസ് എ വേൾഡ് ക്ലാസ് ഫുട്ബോളർ. ചെൽസിയുടെ കപ്പിത്താനാണ്, നമ്മുടെ സ്വന്തമാണ്, വൺ ഓഫ് ആർ ഓൺ. അതായത് ചെൽസിയുടെ അക്കാഡമി പ്രൊഡക്റ്റാണ്, കോബ്ഹാം പ്രൊഡക്റ്റാണ്. വാട്ട് എ പ്ലെയർ. അപ്പോൾ റീസ് ജെയിംസിൻ്റെ സ്റ്റാറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീസ് ജെയിംസ് ഈ മത്സരത്തിൽ 11 ഡ്യൂലുകൾ വിൻ ചെയ്തിട്ടുണ്ട്. 12 ഡ്യൂലുകൾ അറ്റംപ്റ്റ് ചെയ്തിൽ 11 വിൻ ചെയ്യുന്നു. 6 ഫൈനൽ തേർഡ് എൻട്രീസ് നടത്തിയിട്ടുണ്ട്. 4 ഫൗളുകൾ വിൻ ചെയ്തിട്ടുണ്ട്. അതിൽ 3 റെഡ് കാർഡിൽ കലാശിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. 4 ക്രോസുകൾ, ആളുടെ ക്രോസുകളൊക്കെ ഫാൻറ്റാസ്റ്റിക്കാണ്. 2 തവണ പൊസിഷൻ വിൻ ബാക്ക് ചെയ്തിട്ടുണ്ട്. 2 ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അസിസ്റ്റ്, ഒരൊറ്റ ഫൗൾ പോലും കൺസിഡർ ചെയ്തിട്ടില്ല ആ മിഡ്ഫീൽഡ് കളിച്ചിട്ട്. ഇത്രയധികം ഫൗളുകൾ പറഞ്ഞിട്ടുള്ള ആ ഒരു മത്സരത്തിൽ ഒരൊറ്റ ഫൗൾ പോലും റീസ് ജെയിംസ് കൺസിഡർ ചെയ്തില്ല. അത്രത്തോളം മെഷേർഡ് ആയിരുന്നു റീസ് ജെയിംസിൻ്റെ പെർഫോമൻസ്. ആ അസിസ്റ്റ്, ആ കോർണർ എന്നുള്ള സെറ്റ് പീസ് ഡെലിവറി വാസ് ബ്രില്യൻറ്റ്. പിന്നെ ഈവൻ സെക്കൻഡ് ഹാഫിലൊക്കെ 10 വരച്ചിട്ട് കളിക്കുമ്പോണ്ടല്ലോ റീസ് ജെയിംസ് ടാക്കിളുകളൊക്കെ എങ്ങനെ തന്നിലേക്ക് വരുന്നത് മാറിയിട്ട് ആൾ ഗർണാച്ചോക്ക് ഒരു ബോൾ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട് സെക്കൻഡ് ഹാഫിൽ. ആ ലോങ് ബോൾ വിത്ത് ആക്യുറസി. വാട്ട് എ ഫുട്ബോളർ മാൻ. നമ്മുടെ ഭാഗ്യമാണ് ഈ ചങ്ങായി നമ്മുടെ സ്വന്തമായിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വന്തമാണ്. അതായത് ചെൽസി ഫാൻസിനെ സംബന്ധിച്ചോളം റീസ് ജെയിംസ് ഇങ്ങനെ അങ്ങനെ ഫുൾ എനർജിയിൽ കളിക്കുന്നത് കാണുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷം. മാത്രമല്ല ഭയങ്കര സെക്യൂർഡ് ഫീലിംഗ് ആണ് നമുക്ക്. കാരണം നമ്മുടെ സ്വന്തം ചങ്ങായി അവിടെ ഉണ്ട്. മാത്രമല്ല എൻ്റെ ഫേവറേറ്റ് ചെൽസി പ്ലെയർമാരിൽ ഒരാളാണ് റീസ് ജെയിംസ്. മോയിസെ കൈസേഡോ, റീസ് ജെയിംസ്, ഇപ്പോൾ എസ്താവ് വില്യൻ, കോൾ പാമർ ഒബ്വിയസ്ലി. പക്ഷേ റീസാ, അതൊന്നും പറയാനില്ല. ഹാഡ് സ്റ്റെല്ലാർ ഗെയിം. പിന്നെ മരസ്കയുടെ ഗെയിം പ്ലാൻ വാസ് ബ്രില്യൻറ്റ്. മാത്രമല്ല ചെൽസിയെ സംബന്ധിച്ചിടത്തോളം കുറേ റെഡ് കാർഡുകൾ ഈ സീസണിൽ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞതിപ്പോൾ എന്താണ് 7th റെഡ് കാർഡാണ്. മാനേജർ അടക്കം 7th റെഡ് കാർഡാണ്. അപ്പോൾ ആ ഡിസിപ്ലിൻ കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം. അതൊരു ഒരു മേജർ സംഭവം തന്നെയാണ്. പക്ഷേ കാര്യങ്ങൾ മരസ്ക പഠിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇതിനു മുമ്പ് ഈ സീസണിൽ തന്നെ ഇപ്പോൾ റെഡ് കാർഡ് കിട്ടുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ യുണൈറ്റഡിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ഡിസിഷൻസ് ആണെങ്കിലും അതേപോലെ തന്നെ ബ്രൈറ്റനെതിരെയുള്ള ഡിസിഷൻസ് ആണെങ്കിലും ഒക്കെ അതൊക്കെ ടീമിനെ ബാക്ക് ഫയർ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആളതിൽ നിന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ മത്സരത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് വാസ് ഗുഡ്. ശരിയാണ്, എസ്താവ് വില്യനെ പിൻവലിച്ചതിൽ എനിക്ക് പേഴ്സണലി ഒരു അമർഷം ഉണ്ടായിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണെന്നുള്ളത്. പക്ഷേ എസ്താവ് വില്യൻ വേണമായിരുന്നുള്ള ഒരു ആഗ്രഹം പേഴ്സണലി എനിക്കുണ്ടായിരുന്നു. കാരണം എസ്താവ് വില്യൻ കളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ചെൽസിക്ക് 10 വരെ ജയിക്കാൻ പോലും പറ്റുമായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുള്ളതാണ്. അത് എൻ്റെ മാത്രം തോന്നലായിരിക്കാം. പക്ഷേ ഓവറോൾ കാര്യങ്ങൾ പഠിക്കുന്നൊരു ടീം മെച്ചുവറായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം ഭയങ്കര ഒരു സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല ഒരു ഹോപ്പുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്, നല്ല റൈറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ടെന്നുള്ളത്. അതിന് തല്ലിക്കെടുത്താതിരിക്കട്ടെ. സോ ഫാർ സോ ഗുഡ്. ഐ എൻജോയ് ദ പെർഫോമൻസ്. അപ്പോൾ ഇതിൽ ഇനി ഗെയിം പ്ലാനിൽ കൃത്യമായിട്ടും അഗ്രസീവായിട്ട് പ്രത്യേകിച്ച് ആ മിഡ്ഫീൽഡ് ഏരിയയിൽ പ്രസ് ചെയ്യുക എന്നുള്ളത് ഒരു തന്ത്രമായിരുന്നു ശരിക്കും. കാരണം എന്ന് വെച്ചാൽ എബർച്ചി, അജയ്, സുബിമെൻഡി, ഡെക്ലൻ റൈസ് ഇവർക്ക് കൺട്രോൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് കൃത്യമായിട്ട് മരസ്കൊക്കെ അറിയാം. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മോയിസെ കൈസേഡോ എജയുടെ കൂടെ ഉണ്ടായിരുന്നു ഫുൾ ടൈമിൽ റെഡ് കാർഡ് കിട്ടുന്നത് വരെ. പിന്നെ എൻസോ ഫെർണാണ്ടസ്, സുബിമെൻഡിനെയാണ് കൂടുതലും മാർഷൽ ചെയ്യുന്നുണ്ടായിരുന്നത്. റീസ് ജെയിംസ് ആണെങ്കിൽ ഡെക്ലൻ്റെ കൂടെ ആയിരുന്നു. ഡെക്ലൻ മോശമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ട്. ഹി ഹാഡ് എ ഗുഡ് ഗെയിം, അത് വേറെ കാര്യം. ഡെക്ലൻ ഒരു ഫാന്റാസ്റ്റിക് ഫുട്ബോളറാണ്. അപ്പോൾ ആ മിഡ് ഏരിയയിൽ ഭയങ്കര അഗ്രസീവായിട്ട്, അതേപോലെ തന്നെ ബുക്കായോ സാക്കയിൽ കുക്കുരയ നല്ല രീതിയിൽ അഗ്രസീവായിട്ട് വരുന്നുണ്ടായിരുന്നു, പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെൽസിയുടെ മാൻ ടു മാൻ പ്രസ് ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ പ്രത്യേകിച്ച് ശരിക്കും ആർസണൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ആർസണലിൻ്റെ ഒരു വളരെ ആവറേജ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം വെച്ചാൽ ചെൽസി റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആർസണൽ പ്ലേയേഴ്സിനെ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ റൈറ്റ് ബാക്കായിട്ട് മലോ ഗുസ്തോ ആണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മത്സരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്ന മറ്റൊരു ബാറ്റിൽ എസ്താവ് വില്യൻ വേഴ്സസ് കലിഫിയോരി ബാറ്റിലായിരുന്നു. എസ്താവ് വില്യൻ സംബന്ധിച്ചിടത്തോളം ഡീസൻ്റായിട്ട് 1-2 ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗോൾ അടിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ കീപ്പറിനെ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള. അത് അദ്ദേഹത്തിന് സ്റ്റാൻസിലേക്ക് അടിച്ച് കളയാനേ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് അത്ര നല്ല അറ്റംപ്റ്റുകളായിരുന്നില്ല. പ്രത്യേകിച്ച് ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ടാർഗറ്റിലേക്ക് അടിക്കണമെന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ബോക്സിൽ അദ്ദേഹത്തിന് ആ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു സാഹചര്യം. പക്ഷേ എന്താണ്
ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ആയിരുന്നു എസ്തായുടെ ഭാഗത്ത് നിന്ന്, അത്ര ടോപ്പ് പെർഫോമൻസ് ആയിരുന്നില്ല. അപ്പോൾ എസ്താവിനെ റൈറ്റ് സൈഡിൽ കളിപ്പിക്കുന്നു, പെഡ്രോ നെറ്റോനെ ലെഫ്റ്റ് സൈഡിൽ കളിപ്പിക്കുന്നു. ആ ഒരു എന്താണ് നെറ്റോയുടെ വർക്ക് റേറ്റ് ആബ്സല്യൂട്ട്ലി ബില്ലാണ് നമുക്കറിയുന്നതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കുക്കുരേക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ടാണ്, ഡിഫൻസിൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് അത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെൽസിയുടെ സെൻറ്റർ ബാക്ക് പെയറിംഗ് ആയിട്ട് ഫൊഫാന ചലബ കഴിഞ്ഞ മത്സരത്തിലും അതേ പെയറിംഗ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് കാണാൻ സാധിക്കും. സാൻചസ് കീപ്പറായിട്ട് സാൻചസ് ആയിട്ട് സ്റ്റെല്ലാർ ഗെയിം. ചെൽസിയുടെ ഫോർവേഡായിട്ട് ജോ പെഡ്രോ ബെഞ്ചിലായിരുന്നു കോൾ പാമർ ഉണ്ടായിരുന്നത്. അതൊരു ഹ്യൂജ് ബൂസ്റ്റാണ് ചെൽസി സംബന്ധിച്ചിടത്തോളം. കോൾ പാമർ തിരിച്ചു വന്നുള്ളത്. ജോ പെഡ്രോ സ്ട്രൈക്കറായിട്ട് കളിക്കുന്നു. ആ സംബന്ധിച്ചിടത്തോളം ഡിഫൻസിൽ സലീബ് കൂടി ഇഞ്ചുറി പറ്റിയത് ഒരു അടിയാണ്. പക്ഷേ മൊസ്കേര ഹിൻകാപ്പിയ പ്രീമിയർ ലീഗിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഓൾറെഡി ഗബ്രിയേൽ ഔട്ട് ഇഞ്ചുവേർഡാണ്. ലെഫ്റ്റ് ബാക്കായിട്ട് കലിഫി, റൈറ്റ് ബാക്കായിട്ട് തിമ്പർ, മിഡ്ഫീൽഡിൽ സെയിം യൂഷ്വൽ സസ്പെക്ട്. മെറീനോ ആണ് ഫോൾസ് നൈനെ കളിച്ചത്. യോക്കർഷി ബെഞ്ചിൽ വന്നിട്ടുണ്ട്. ജസൂസ് ഇഞ്ചുറിയും തിരിച്ചു വന്നിട്ടുണ്ട്. ഒഡഗാർഡ് ബെഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലെഫ്റ്റ് സൈഡിൽ ട്രൊസാർഡ് ഇല്ല, അതൊരു ഹ്യൂജ് പ്രശ്നമാണ് ആ സംബന്ധിച്ചിടത്തോളം. കാരണം ബിഗ് ഗെയിമിലൊക്കെ നല്ല രീതിയിൽ ഡെലിവറി ചെയ്യുന്ന തരത്തിൽ ചങ്ങാണ്. മാർട്ടിനലി സ്റ്റാർട്ട് ചെയ്യുന്നു. റൈറ്റിൽ ബുക്കായോ സാക്ക. അപ്പോൾ സാക്ക വേഴ്സസ് കുക്കുരേ ബാറ്റിൽ എന്താണ് ഫസ്റ്റ് ഹാഫിൽ ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് സാക്കനെ ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് ഈവൻ ഹാഫിൻ്റെ അടുത്തേക്കൊക്കെ വന്നിട്ട് ഫൗളുകളൊക്കെ കമ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുക്കുരേ യെല്ലോ കാർഡ് ചങ്ങായി വാങ്ങി. കാരണം സാക്കയുടെ ബോൾ റിട്ടൻഷൻ കുറച്ചുകൂടെ ബെറ്ററാണ്. അപ്പോൾ ലമീൻ യമാൽ വേഴ്സസ് കുക്കുരേ ബാറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു. പക്ഷേ ഇവിടെ സാക്ക ഒരു ഡിഫറെൻറ്റ് ടെസ്റ്റായിരുന്നു കുക്കുരേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ സംബന്ധിച്ചാൽ ഈ ഓവർ അഗ്രസീവ് ആകുമ്പോൾ അഗ്രഷൻ ഒരു കാൽക്കുലേഷനും വേണം. കാൽക്കുലേഷൻ ഇല്ലെങ്കിൽ എന്താണ് മിസ് ടൈം ചെയ്യപ്പെടും. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അതാണ് കായ്സെഡോക്ക് ഫസ്റ്റ് ഹാഫിൽ സംഭവിച്ചത്. ആ 38th മിനിറ്റ് റെഡ് കാർഡ് വന്നത് ആ ഒരു കാൽക്കുലേഷനിലുള്ള പിഴവ് സംഭവിച്ചപ്പോഴാണ്. നമ്മൾ അഗ്രസീവ് ആകാം, കാരണം പ്രത്യേകിച്ച് ലണ്ടൻ ഡാർബിയാണ്, ലീഗിൽ 1ാം സ്ഥാനത്തിരിക്കുന്ന സൈഡാണ്, നല്ല ഫോമിലാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഉള്ളത്, ആർസണലും കിടിലം ഫോമിലാണ്. അപ്പോൾ ആ ഗെയിം പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു വല്ലാത്ത രീതിയിലുള്ളൊരു വ്യഗ്രത ഉണ്ടായിരുന്നു ടീമിന്. പക്ഷേ ഓവർ അഗ്രസീവ് ആകുമ്പോൾ മിസ് ടൈം ഇടാനുള്ള സാധ്യത, ചില ടാക്കിളുകൾ നമുക്ക് വിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. അത് അവിടെ കായ്സെഡോക്ക് ഉണ്ടായില്ല. കായ്സെഡോയുടെ മാൻ എസയാണ്. ആ ബോള് റൈറ്റ് സൈഡിൽ നിന്ന് ടിംബർ മെറീനോ കൊടുത്തപ്പോൾ മെറീനോ ഫോൾസ് നൈനിൽ ഡ്രോപ്പ് ചെയ്ത് വരുന്നൊരു ചങ്ങായാണ് നമുക്കറിയുന്നത്. അപ്പോൾ അവിടെ ആ സാഹചര്യത്തിൽ ഡ്രോപ്പ് ചെയ്ത് വന്നപ്പോൾ അവിടെ കായ്സെഡോക്ക് ആ ഒരു ചാലഞ്ച് നടത്തണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ശരി, ചാലഞ്ചുകൾ മിസ് ടൈം ചെയ്യുന്നത് നടക്കുന്നൊരു കാര്യം തന്നെയാണ്. അവിടെ മിസ് ടൈം ചാലഞ്ചാണ്. അങ്ങനെ അത് ആ ആങ്കിൾ ഏരിയയിലേക്ക് ആ ഒരു ചാലഞ്ച് നടത്തുന്നു. കായ്സെഡോ ഇഞ്ചുറി പറ്റിയ പോലെ കിടന്ന് തിരിയുന്നുണ്ടായിരുന്നു ആ ഒരു ചാലഞ്ച് നടത്തിയതിനു ശേഷം. ആന്റണി ടെയിലർ ആദ്യം യെല്ലോ കാർഡാണ് കൊടുത്തിരുന്നത്. പിന്നീട് VR ഇടപെട്ട് സ്ക്രീനിൽ പോയി നോക്കിയിട്ട് അത് റെഡ് കാർഡ് കൊടുക്കുന്നു. ഹൈ ആണ് എന്നുള്ള നിഗമനത്തിലേക്കാണ് എത്തുന്നത്. പക്ഷേ എൻസോ മരസ്കയും ചെൽസി ഫാൻസൊക്കെ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റ് ആകുന്ന ആ സ്പേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ ഇതേ തരത്തിലൊരു ചാലഞ്ച് ബെൻറ്റക്കൂർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഓറഞ്ച് കാറ്റഗറിയിലാണ് ഞാനും പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അതിനേക്കാൾ ഒരു പൊടിക്ക് ഹൈ ആണോ എന്നുള്ളൊരു സംശയമാണ്. എന്തായാലും അതൊരു റെക്ലെസ് ചാലഞ്ചാണ്. പക്ഷേ ആ ഒരു കൺസിസ്റ്റൻസി വേണം എന്നുള്ള വാദമാണ് ഉന്നയിക്കപ്പെടുന്നത് എല്ലാവരും. അത് പ്രീമിയർ ലീഗിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അത്തരത്തിലൊരു കൺസിസ്റ്റൻസി. അപ്പോൾ അത് ആണ് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ കായ്സെഡോ സംബന്ധിച്ചോളം മിസ് ടൈം ടാക്കിളാണ്. കായ്സെഡോ പിന്നെ VR റിവ്യൂ നടത്തിയ ശേഷം ആന്റണി ടെയിലർ യെല്ലോ മാറ്റി റെഡ് കാർഡ് കാണിക്കുമ്പോൾ എനിക്കാണോ എന്നുള്ള രീതിയിൽ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവിടെ എന്താണ് ആൾ പെയിനിലാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അവിടെ കൃത്യമായിട്ട് മെറീനോ ഒന്നും ചെയ്തിട്ടില്ല കായ്സെഡോനെ. പെയിൻ കൊണ്ട് തന്നെ അത്തരത്തിൽ കാണിച്ചതാണോ ആ ചാലഞ്ച് നടത്തിയപ്പോൾ എന്ന് എനിക്കറിയില്ല. എന്തായാലും റെഫറിയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്തതായിരിക്കണം അങ്ങനെ ഒരു കാര്യം. പക്ഷേ ഈ ടെക്നോളജിയുള്ള കാര്യത്തിൽ അതൊന്നും ഹെൽപ്പ് ചെയ്യില്ല. അവിടെ സ്ക്രീനിൽ പോയി നോക്കിയപ്പോൾ കൃത്യമായിട്ട് ഒരു ബാഡ് ചാലഞ്ചായിരുന്നു. അൺലക്കി എന്ന് പറയാൻ പറ്റില്ല. ബാഡ് ചാലഞ്ച്. അത് മിസ് ടൈംഡാണ്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ആൾ കുറച്ച് ഓവർ അഗ്രസീവായി പോയി. എനിക്കാണോ റെഡ് എന്നുള്ള ആ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കായ്സെഡോ കാണിച്ചത്. എനിവേ ചെൽസി ഡൗൺ ടു 10 man അതുവരെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെൽസിയുടെ ഗെയിം പ്ലാൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എസെ എന്ന് പറയുന്ന കായ്സെഡോ ആളിലേക്ക് ബോൾ എത്തുന്നതിന് മുമ്പ് മെറീനിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ട ഒരു സാഹചര്യം ആയിരുന്നില്ല. ചലവയും ജമ്പ് ചെയ്ത് വരുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു റീഡിങ്ങിന് പ്രശ്നം. പക്ഷേ കായ്സെഡോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കായ്സെഡോ ഇസ് വേൾഡ് ക്ലാസ് മിഡ്ഫീൽഡർ, പക്ഷേ ഡിഫൻസീവ് മിഡ്ഫീൽഡർ. പക്ഷേ ആളുടെ ഒരു സാധനം ആൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ആളുടെ ടാക്കിൾ ടു ഫൗൾ റേഷ്യോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1.7 ആണ്. 355 ടാക്കിളുകളാണ് ആൾ പ്രീമിയർ ലീഗിൽ ഡെബ്യൂ നടത്തിയതിനു ശേഷം സോഫാർ നടത്തിയിട്ടുള്ളത്. അതിൽ 207 ഫൗളുകൾ കമ്മിറ്റ് ചെയ്യുന്നത്. അത് 1.7. അത് അത്ര നല്ലൊരു റേഷ്യോ അല്ല. അപ്പോൾ ആൾ ആ ഫൗളുകൾ കമ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ഒന്ന് കൺട്രോൾഡ് ടാക്കിളുകൾ നടത്തേണ്ട സാഹചര്യമുണ്ട്. ഈ ലിസ്റ്റിൽ ബ്രൂണോജി നോക്കി കഴിഞ്ഞാൽ 310
ടാക്കിളുകൾ നടത്തിയതിൽ 184 ഫൗളുകൾ നടത്തിയിട്ടുണ്ട്. 1.6 ഫൗൾസ് പെർ ടാക്കിളാണ്. അപ്പോൾ അത് ആ ഒരു കാര്യത്തിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാഴ്ചവെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ, അപ്പോൾ അത് ആ രീതിയിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിരുന്നു ഒരു കാഴ്ചപ്പാട്. അപ്പോൾ 10 വരെ ജയിക്കുന്ന സാഹചര്യത്തിൽ 0-0 ആണ്. ആർസണൽ ഫാൻസ് വിചാരിച്ചിട്ടുണ്ടാവുക ഇനി നമുക്ക് ജയിച്ചിട്ട് പോകാം എന്ന് തന്നെയായിരിക്കും. സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ നല്ല റെക്കോർഡാണ് ആർസണൽ ഇപ്പോഴും. അതായത് അവസാനത്തെ 7 വിസിറ്റിൽ അവർ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ തോറ്റിട്ടേ ഇല്ല. അപ്പോൾ ആർസണലിൻ്റെ റെക്കോർഡ് ഇമ്മൻസ് ആണ് ബ്രിഡ്ജിൽ. പക്ഷെ ഇവിടെ അഗെയിൻ ജയിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ മരസ്ക പതറാതിരുന്നത്. കാരണം മരസ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഓൾറെഡി. കാരണം പ്രീമിയർ ലീഗിൽ തന്നെ ഇതിപ്പം 4ാമത്തെ തവണയാണ് ചെൽസിക്ക് ഈ സീസണിൽ റെഡ് കാർഡ് കിട്ടുന്നത്. അതായത് ചെൽസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 13 മത്സരങ്ങൾ 4 റെഡ് കാർഡ്. ഇതിലും കൂടുതൽ റെഡ് കാർഡുകൾ ഒരു സീസണിൽ കിട്ടിയത് 2015-16 5 റെഡ് കാർഡ്. അപ്പോൾ ആ റെക്കോർഡ് വെട്ടിക്കുമോ ഈ ടീം? അപ്പോൾ ആ തരത്തിൽ ആ ഒരു മെച്യൂരിറ്റി ഈ ടീമിൽ ഇനിയും വരേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട്. എനിവേ, അതിന് മുമ്പ് ആ റെഡ് കാർഡ് വരുന്നതിന് മുമ്പ് ജോ പെഡ്രോയുടെ ചാൻസ് വാസ് ഒരു ബിഗ് ചാൻസ് ആയിരുന്നു ചെൽസിയെ സംബന്ധിച്ചിടത്തോളം. അതായത് ഡേവിഡ് റായയുടെ ലോങ് കിക്ക് വരുന്നു. അപ്പോൾ ഏരിയൽ ഡ്യൂലുകൾ ഈ മത്സരത്തിൽ ആർസണലിനേക്കാൾ കൂടുതൽ വിൻ ചെയ്തിട്ടുള്ളത് ചെൽസിയാണ്. കൂടുതൽ ഏരിയൽ അറൗണ്ട് 70% ഏരിയൽ ഡ്യൂലുകൾ വിൻ ചെയ്തിട്ടുണ്ട്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആർസണലിനെതിരെ ഏരിയൽ ഡ്യൂലുകൾ വിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഗബ്രിയലിൻ്റെയും അതേപോലെ തന്നെ സലീബയുടെ ക്യാപ്റ്റൻസും ആ ഒരു ഏരിയൽ ഡ്യൂലുകൾ വിൻ ചെയ്തതിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ചെൽസിക്ക് ഗുണകരമായിട്ടുണ്ടാവണം. പക്ഷേ ആ ഒരു മിഡ് ഏരിയയിലും ചെൽസി ആ ഒരു ലോങ് ബോളുകളിൽ നിന്നൊക്കെ ഏരിയൽ ഡ്യൂലുകൾ വിൻ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഈ മോയിസെ കായ്സഡോ ആ മിഡ്ഫീൽഡിൽ ആ ബോൾ വിൻ ചെയ്തതിന് ശേഷം അഗെയിൻ ചലബ ലിഫ്റ്റ് ചെയ്തിട്ട് ബോൾ കൊടുത്തപ്പോൾ മൊസ്കേറോ എൻസോ ഫെർണാണ്ടസിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട് ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ, ചെൽസിയിലെ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ. അവിടെ എൻസോ ഫെർണാണ്ടസ് ഹെഡർ വിൻ ചെയ്യാണ്, ഏരിയൽ ഡ്യൂൽ വിൻ ചെയ്യാണ്. ആ ബോൾ ചെന്ന് വീഴുന്ന ജോ പെഡ്രോയിലൊക്കെ ഹിൻകാപ്പിയ അവിടെ വൾണറബിളാണ്. ഹിൻകാപ്പി വൾണറബിളായി. ആളുടെ ടച്ച് ഇത്തിരി പ്രശ്നമായിരുന്നു. ആൾ അത് കൺട്രോൾ ആണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ജോ പെഡ്രോയ്ക്ക് ബോക്സിൽ അത് ആ ഷോട്ട് അൺലീഷ് ചെയ്യുന്ന തരത്തിൽ ആ ഒരു സാധനം ഇല്ല എന്നുള്ളതാണ് ജോ പെഡ്രോയുടെ ഒരു സാധനം. അതായത് ആൾ അഗെയിൻ ആ ഒരു പെർഫെക്റ്റ് സിനാരിയിലെ ഷോട്ട് അൺലീഷ് ചെയ്യുള്ളൂ. അതൊരു ഒരു ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി അഥവാ ശരി ആളിനെ പെട്ടെന്ന് തന്നെ ആർസണൽ പ്ലേയേഴ്സ് ക്രൗഡ് ചെയ്തു. ആ ക്രൗഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ആൾക്ക് ഷോട്ട് അൺലീഷ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ക്രൗഡ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ ആൾക്ക് ആ പെർഫെക്റ്റ് പാസ് പിക്ക് ചെയ്യാനും സാധിച്ചില്ല. ബോക്സിൽ എൻസോ ഫെർണാണ്ടസ് വന്നിട്ടുണ്ടായിരുന്നു. എൻസോ ഫെർണാണ്ടസിന് കൊടുത്ത പാസ് ശരിയായി പോയില്ല. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതേപോലെ തന്നെ ചെൽസിയുടെ എസ്താവില്ലിൻ്റെ എൻസോ ഫെർണാണ്ടസിന് കൊടുത്തുള്ള ഒരു മൂവ്, അത് ചെൽസിയുടെ മത്സരത്തിലെ ഏറ്റവും ബെസ്റ്റ് മൂവായിരുന്നു. അതായത് കലിഫിയോരി ആ ഒരു ലെഫ്റ്റ് ബാക്ക് റോളിൽ മിഡ്ഫീൽഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ആൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ പോയിട്ടുള്ള ഒരു അവസരത്തിൽ പിന്നെ സാക്കിലേക്ക് പാസ് കൊടുത്തു. അപ്പോൾ സാക്കിൻ്റെ അടുത്ത് നിന്ന് ചെൽസി ബോൾ വിൻ ചെയ്യുന്നു. എൻസോ ഫെർണാണ്ടസ് നേരെ ഒരു ഹാഫിനടുത്ത് നിൽക്കുന്ന ഗുസ്റ്റോ കൊടുക്കുന്നു. ഗുസ്റ്റോ എന്തെന്ന് വെച്ചാൽ എസ്താവിലിന് കൊടുക്കുന്നു. എസ്താവിലിൻ കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് അപ്പോഴേക്കും എൻസോ ഫെർണാണ്ടസ് പിന്നെ ഔട്ട് സൈഡ് ദ ബോക്സിലേക്ക് വന്നിട്ട് ആളിനെ നിരക്കി കൊടുത്തപ്പോൾ എൻസോയുടെ അറ്റംപ്റ്റ് അത്ര വനമുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നില്ല. ഡേവിഡ് റായ സേവ് ചെയ്തു. കംഫർട്ടബിൾ ആയിരുന്നു റായ സെഞ്ചുറി. അതായിരുന്നു ചെൽസിയുടെ നല്ലൊരു മൂവ് ഉണ്ടായിരുന്നു. ആ സംബന്ധിച്ചിടത്തോളം ഈ ഫസ്റ്റ് ഹാഫിൽ അവർ ആകെ 2 ടച്ചസ് മാത്രമേ ചെൽസിയുടെ ബോക്സിൽ നടത്തിയിട്ടുള്ളൂ. അതായത് 2021 ഡിസംബറിന് ശേഷം ഏറ്റവും കുറവ് ഫസ്റ്റ് ഹാഫ് ടച്ചസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാഫിലെ ടച്ചസ് നടത്തില്ല ചെൽസിക്ക് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ചെൽസി ആർസണലിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളതാണ്. ടച്ചസുകൾ എടുക്കാനായിട്ട് അവർ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അവരുടെ പിന്നെ ചാൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആകെ ഫസ്റ്റ് ഹാഫിൽ 2 അറ്റംപ്റ്റുകളെ ആർസണൽ നടത്തിയിട്ടുള്ളൂ. ഒരെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചു. അത് സാഞ്ചസ് സേവ് ചെയ്തു. ആ ടാർഗറ്റിലേക്ക് അടിച്ചുള്ള അറ്റംപ്റ്റ് ഒരു ലോങ് ത്രോയിലാണ് സംഭവിക്കുന്നത്. അതിൽ ചെൽസി ഡിഫെൻഡ് ചെയ്തെങ്കിലും എബരിച്ചി എസെ ആ ഒരു എഡ്ജ് ഓഫ് ദ ബോക്സിൽ ആ ബോൾ റിസീവ് ചെയ്തിട്ട് സാക്കിനെ പിക്ക് ചെയ്തു. അവിടെ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഡിഫെൻഡിങ്ങിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. സാക്കയ്ക്ക് ഏക്കേഴ്സ് ഓഫ് സ്പേസ് ആണ് ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ. ആൾ ഷോട്ട് അൺലീഷ് ചെയ്യുന്നു. സാഞ്ചസ് സേവ് ചെയ്തു. അത് സേവബിൾ ആയിട്ടുള്ള ഒരു ഷോട്ട് തന്നെയാണ്. അതാണ് ആർസണലിൻ്റെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ മറ്റൊന്ന് അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു 2 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് അടിക്കുന്ന ഒന്നല്ല. മറ്റൊന്ന് മാർട്ടിനെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് സംഭവിക്കുന്നത് ഡെക്ലൻ റൈസ് ബോൾ വിൻ ചെയ്തുകൊണ്ടാണ്. ഡെക്ലൻ റൈസ് ആർസണലിൻ്റെ ഏരിയയിൽ ബോൾ വിൻ ചെയ്യുന്നു. എബരിച്ചി എസെ കൊടുക്കുന്നു. ഇത് 10 വരെ ചെൽസി ചുരുങ്ങിയുള്ള സാധ്യതയിലാണ്. അങ്ങനെ എസെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അഗെയിൻ ഡെക്ലൻ റൈസിൻ്റെ റണ്ണ് ബോൾ വിൻ ചെയ്തിട്ട് ഡെക്ലൻ റൈസ് അവിടെ നിൽക്കല്ല. ഡൈനാമിക് ഫുട്ബോളറാണ് ആൾ. ആ റണ്ണ് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. ആളെ പിക്ക് ചെയ്യുന്ന എസെ. ഡെക്ലൻ റൈസ് അത് പിന്നെ മാർട്ടിനിലേക്ക് കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു. എഡ്ജ് ഓഫ് ദ ബോക്സാണ്. മാർട്ടിനിയുടെ അറ്റംപ്റ്റ് വനമില്ല. പക്ഷേ അഗെയിൻ ഒരു നല്ല സേവ് പുൾ ഓഫിൻ്റെ സാഹചര്യം ഉണ്ടായിരുന്നു. സാഞ്ചസ് നല്ല രീതിയിൽ സേവ് പുൾ ഓഫ് ചെയ്യും നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. പിന്നെ അതാണ് ഫസ്റ്റ് ഹാഫിലെ സംഭവങ്ങളായിരുന്നു. വലിയ തോതിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ സെക്കൻഡ് ഹാഫിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എൻസോ മരസ്ക ഒരു ചേഞ്ച് വരുത്തി. എസ്താവിലിനെ പിൻവലിച്ചുകൊണ്ട് ഗർനാച്ചോനെ കൊണ്ടുവരുന്നു. പെഡ്രോ നെറ്റോ റൈറ്റ് സൈഡിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു.
കുറേ കൂടി ആൾ നാച്ചുറൽ റൈറ്റ് സൈഡിലാണ്. എന്തുകൊണ്ട് എസ്താവിനെ പിൻവലിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോഴും മരസ്ക കംപ്ലീറ്റ്ലി ആൾ ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളത് ട്രസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, അതുകൊണ്ടായിരിക്കണം. പക്ഷേ ഒരു 10-15 മിനിറ്റ്സ് കൂടി അദ്ദേഹത്തിന് കളിക്കാമായിരുന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. പക്ഷേ അഗെയിൻ ചെൽസിക്ക് ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു മത്സരമാണ്. ഗർണാച്ചോ വരുന്നു, ഗർണാച്ചോ ലെഫ്റ്റ് സൈഡിൽ കളിക്കുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, പണ്ട് ചില ഡിസിഷൻ മേക്കിംഗ് മനസ്സിൽ എടുക്കുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ആ അറ്റാക്കിനെ നള്ളിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഡിസിഷനാണ് ചങ്ങ എടുക്കാറുണ്ടായിരുന്നു. ഈവൻ 5 at the back പോകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു, ഡിഫെൻഡ് ചെയ്യാം എന്നുള്ള തരത്തിലുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ആ അറ്റാക്കിംഗ് ഔട്ട്ലെറ്റിനെ അവിടെ തന്നെ വെക്കുന്നു. അതായത് ജോ പെഡ്രോ ഉണ്ട്, പെഡ്രോനെറ്റോ ഉണ്ട്, അതേപോലെ തന്നെ ഗർണാച്ചോ ഉണ്ട്. അപ്പോൾ പേസ് ഉണ്ട്. അപ്പോൾ എന്താണ് ആ സംബന്ധിച്ചോളം 10 പേര് വെച്ച് കളിക്കുന്ന ചെൽസിക്കെതിരെ കളിക്കുമ്പോഴും അവരുടെ ഡിഫെൻസിനൊരു ത്രെട്ട് ഉണ്ട് എന്നുള്ളൊരു ഒരു സൈക്കോളജിക്കൽ സാധനം പോലും അവർക്ക് മനസ്സിൽ വരുന്നുണ്ടായിരുന്നു, അല്ലേ? നേരെ കുറച്ച് അറ്റാക്കിംഗ് പ്ലേയേഴ്സിനൊക്കെ പിൻവലിക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒപ്പോസിഷൻ ടീമിന് ആ ഒരു കാര്യത്തെക്കുറിച്ച് മൈൻഡ് ചെയ്യേണ്ടിയില്ല. കാരണം വെച്ചാൽ അവർക്ക് ഫുൾ ഓൺ അറ്റാക്ക് അങ്ങോട്ട് അൺലീഷ് ചെയ്യാം. ഇത് പറ്റില്ല. കാരണം വെച്ചാൽ പേസ് ഉണ്ട്, കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ചെൽസി കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. ചെൽസി സെക്കൻഡ് ഹാഫിൽ 10 പേര് വെച്ചിട്ട് 6 അറ്റംപ്റ്റിൽ നടത്തി, 3 ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ട്. ആസിൽ 11 പേര് വെച്ചിട്ട് 6 അറ്റംപ്റ്റുകളെ സെക്കൻഡ് ഹാഫിൽ നടത്തിയിട്ടുള്ളൂ, 2 അവർ ടാർഗറ്റിൽ അടിക്കുന്നു. ഇനഫ് പൊസിഷൻ ഉണ്ടായിരുന്നു, 70-30 എന്നുള്ള രീതിയിലായിരുന്നു സെക്കൻഡ് ഹാഫിലെ പൊസിഷൻ സ്റ്റാറ്റ്സ് ഉണ്ടായിരുന്നു. സ്വാഭാവികമാണ്. പക്ഷേ ചെൽസി എന്താണ് ഒരു 4-4-1 എന്നുള്ള രീതിയിൽ പിന്നെ നല്ല രീതിയിൽ ലോ ബ്ലോക്കിൽ ഇറങ്ങേണ്ട സാഹചര്യം ലോ ബ്ലോക്കിൽ ഇറങ്ങുന്നു. പക്ഷേ കൗണ്ടർ അറ്റാക്കിംഗ് ത്രെട്ട് അവിടെ വെക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആസ്നലിന് അവരുടെ പ്രത്യേകിച്ച് ഇൻഎക്സ്പീരിയൻസ്ഡ് ആയ ഒരു ഡിഫെൻസീവ് പെയറിംഗ് ആണ്. മൊസ്കേര ആണെങ്കിലും അതേപോലെ തന്നെ ഹിൻകാപ്പി ആണെങ്കിലും. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഈ പിന്നെ മിഡ്ഫീൽഡിലെ മാൻ മാർക്കിങ്ങിനെ എങ്ങനെ സെക്കൻഡ് ഹാഫിൽ മരസ്ക സോർട്ട് ഔട്ട് ചെയ്തു. കാരണം വെച്ചാൽ കാഴ്ചയോടെ പോകുന്നു. അപ്പോൾ പിന്നെ എജേനെ ആര് നോക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാഫിലും അത് തുടരുകയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ജോ പെഡ്രോ ഡെലാപ്പ് വരുന്നത് വരെ ജോ പെഡ്രോ എന്ന് വെച്ചാൽ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നു. അപ്പോൾ ജോ പെഡ്രോ ഒരാളെ മിഡ്ഫീൽഡിൽ നോക്കി, അതായത് സെയിം ആര് കാഴ്ചയുടെ പണിയെടുക്കാനുള്ള തീരുമാനം എടുക്കുന്നു. അപ്പോൾ അഗെയിൻ ആ മിഡ്ഫീൽഡിൽ ആ ന്യൂമറിക്കൽ ആ നമ്പേഴ്സ് അവിടെ മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ചെൽസി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. വിച്ച് വാസ് ഗുഡ്. അപ്പോൾ പക്ഷേ അതൊരു കളക്റ്റീവ് എഫേർട്ടാണ്. അത് മാനേജർക്ക് അങ്ങനെ ഒരു തന്ത്രം തന്നെയാണ്. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യണം. അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് മിഡ്ഫീൽഡിൽ ക്യാപ്റ്റൻ റീസ് വെച്ചുള്ള പങ്ക് ഭയങ്കരമാണ്. കാരണം വെച്ചാൽ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹം ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ ഫസ്റ്റ് ഹാഫിൽ മറ്റൊരു കോൺട്രവേഴ്ഷ്യൽ സാധനം, അത് ഈ കാശിയുടെയൊക്കെ റെഡ് കിട്ടിയിട്ടുള്ള അതേ സാഹചര്യത്തിൽ അതിന് കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞുള്ള സാഹചര്യത്തിൽ ഹിൻകാപ്പിയുടെ ഒരു എൽബോ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു ചലോബയിൽ. അത് ആസൽ അറ്റാക്കിലാണ്, ചില വീണെടുക്കുന്നുണ്ടായിരുന്നു. അതൊരു എൽബോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡ് കാർഡ് കൊടുക്കേണ്ട തരത്തിലൊരു എൽബോ ആയിട്ട് എനിക്ക് തോന്നിയില്ല. മരസ്ക വിചാരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ അതൊരു ക്ലീൻ എൽബോ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ എനിവേ അങ്ങനെ തോന്നുന്നവരുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ മത്സരത്തിൻ്റെ ആദ്യത്തെ 13 മിനിറ്റിൽ തന്നെ 3 യെല്ലോ കാർഡുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുക്കുരേക്ക്, അതേപോലെ തന്നെ ആസലിൻ്റെ 2 പ്ലേയേഴ്സിന്. ആസലിൻ്റെ 4 പ്ലേയേഴ്സിന് ഫസ്റ്റ് ഹാഫിൽ യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് 4:1 എന്നുള്ള റേഷ്യോയിലായിരുന്നു യെല്ലോ കാർഡുകളുടെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കലിഫ്യൂരിനെ പിൻവലിച്ചിട്ട് ഹാഫ് ടൈമിൽ കലിഫ്യൂരിയും യെല്ലോ കാർഡിലായിരുന്നു. കലിഫ്യൂരിനെ പിൻവലിച്ചിട്ടും ലൂയിസ് കെല്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള തീരുമാനം ആർട്ടെടുത്തത്. മാത്രമല്ല 10 വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ലൂയിസ് കെല്ലി ആ മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്തിട്ട് മിഡ്ഫീൽഡിൽ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് സൃഷ്ടിക്കാമെന്ന രീതിയിലും ചെൽസി വലിയ തോതിൽ അറ്റാക്ക് ചെയ്യില്ലായിരിക്കാം എന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ ചെൽസി അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ലൂയിസ് കെല്ലിക്ക് ഒരുപാട് മുമ്പോട്ട് പോകാനുള്ള അവസരങ്ങൾ പലപ്പോഴായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. കാരണം ചെൽസിയുടെ വൈറ്റ് പ്ലേയേഴ്സ് കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ആസിൽ ഹിൻകാപ്പിയൊക്കെ യെല്ലോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ ചെൽസി എങ്ങനെയാണ് മത്സരത്തിൽ ആദ്യത്തെ ഗോൾ അടിക്കുന്നത്? അത് വരുന്നത് ഹിൻകാപ്പിയുടെ ചാലഞ്ച് ജോ പെഡ്രോയെ ഹെഡ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ അത് ഒരു ക്ലാഷ് ഓഫ് ഹെഡ്സ് ആണ്. അങ്ങനെ ആ ഒരു ഫൗള് ആ റൈറ്റ് ഹാഫ് സ്പേസിൽ കിട്ടുന്നു. റീസ് ജെയിംസിൻ്റെ ഡെലിവറി വാസ് ഫാന്റാസ്റ്റിക്. ജോ പെഡ്രോയുടെ ഫാർ പോസ്റ്റിലെ ആൾ അവിടെ ആ ഹെഡർ വിൻ ചെയ്യുന്നത് ചെൽസിയാണ്. ആ ഹെഡർ ഗോൾ ബൗണ്ട് അല്ല, പക്ഷേ സ്റ്റിൽ ഡേവിഡ് റായത് സേവ് ചെയ്യുന്നു. ആ കോർണറിൽ നിന്നാണ് റീസ് ജെയിംസിൻ്റെ ഡെലിവറി വരുന്നത്. ചലവ, അതായത് ഗോൾ മെയ്ഡ് ഇൻ കോബ്ഹാം. ചെൽസിയുടെ 2 അക്കാഡമി പ്രൊഡക്റ്റുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് ചെൽസിക്ക് ലണ്ടൻ ഡാർബിയിൽ ആർസണലിനെതിരെ ടേബിൾ ടോപ്പേഴ്സിനെതിരെ ലീഡ് കൊടുക്കുന്നു. 10 വെച്ചിട്ട് കളിക്കുന്ന സാഹചര്യത്തിലാണ് ചെൽസി ആ ലീഡ് എടുക്കുന്നത്. സെറ്റ് പീസ് ഗോൾ. അപ്പോൾ ആർസണലിൻ്റെ സെറ്റ് പീസ് ത്രെട്ടിനെ കംപ്ലീറ്റ്ലി നെഗേറ്റ് ചെയ്യാനും ചെൽസി സെറ്റ് പീസിൽ നിന്ന് നല്ല രീതിയിലൊരു അഡ്വാൻറ്റേജ് ഗെയിൻ ചെയ്യുന്നത് നമുക്ക് ആ ഒരു അവസരത്തിൽ കാണാൻ സാധിക്കുകയാണ്. ഈ സീസണിൽ ആർസണൽ ഏറ്റവും കൂടുതൽ സെറ്റ് പീസ് ഗോളുകൾ അടിച്ചുള്ളത്. 2ാം സ്ഥാനത്ത് ചെൽസി ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ചെൽസിയും പുതിയ സെറ്റ് പീസ് എഫ് സി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഓപ്പൺ പ്ലേയിൽ നിന്നും ചെൽസി ഗോൾ അടിക്കാൻ പറ്റുന്നുണ്ട്. ഈവൻ ആർസണലും ഈ മത്സരത്തിൽ ഓപ്പൺ പ്ലേയിൽ തന്നെയാണ് ഗോൾ അടിച്ചുള്ളത്. നോർത്ത് ലണ്ടൻ ഡാർബിയിലൊക്കെ അവർ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഗോളുകളുടെ പിന്നെ പൂരം ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും അതൊരു ഫാന്റാസ്റ്റിക് സംഭവമായിരുന്നു. ഡെക്ലൻ റൈസിന് ആ ഹെഡർ വിൻ ചെയ്യാൻ പറ്റിയില്ല. ചലവയുടെ ഗ്ലാൻസിങ് ഹെഡർ
വലയിലേക്ക് പോകുന്നു. മൊസ്കേരയൊക്കെ അവിടെ എൻസോ ഫെർണാണ്ടസിനെ മാൻ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ബോൾ ക്ലിയർ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. ഫാൻറ്റാസ്റ്റിക് ഡെലിവറി, ഫാൻറ്റാസ്റ്റിക് ഹെഡർ, ഫാൻറ്റാസ്റ്റിക് ലീഡ് ചെൽസി എടുക്കുന്നു. സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് അങ്ങോട്ട് ഇറപ്റ്റായി. പക്ഷേ ചെൽസിക്ക് ആ ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ അഗെയിൻ മറ്റൊരു ചേഞ്ച് എൻസോ മരസ്ക വരുത്തിയത്, ജോ പെഡ്രോനെ പിൻവലിച്ചുകൊണ്ട് അഗെയിൻ പേസ് ആൻഡ് പവർ യൂസ് ചെയ്യാനായിട്ട് ഡെലാപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഡെലാപ്പും ജോ പെഡ്രോയുടെ അതേ പണി തന്നെയാണ് ഓഫ് ദ ബോൾ ചെയ്യുന്നുണ്ടായിരുന്നത്. മിഡ്ഫീൽഡിൽ എക്സ്ട്രാ നമ്പർ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഹാർഡ് റണ്ണിങ്ങും ആ ഒരു ഫിസിക്കാലിറ്റിയൊക്കെ ഈ കൗണ്ടർ അറ്റാക്കിൽ യൂസ്ഫുൾ ആകുന്ന തരത്തിലുള്ള ചേഞ്ചാണ്. അത് അഗെയിൻ ഒരു ഗുഡ് ചേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ടല്ല പിന്നെ ആസ്നാർ ഈക്വലൈസർ അടിച്ചിട്ടുണ്ടായിരുന്നത്. അത് ചെൽസിയെ സംബന്ധിച്ചോളം പുവർ ഡിഫെൻഡിങ് ആയിരുന്നു. അതായത് പിന്നെ അപ്പോഴേക്കും ഒഡെഗാർഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർട്ടറ്റ. അതായത് പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ സുബിമെൻഡിനെ പിൻവലിക്കുന്നു, മാർട്ടിനെ പിൻവലിക്കുന്നു, അതേപോലെ തന്നെ ഒഡെഗാർഡിനെയും മദൂക്കേനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഡെക്ലൻ റൈസ് ആ ഒരു 6 റോളിലേക്ക് നീങ്ങുന്നു. അപ്പോൾ എസെ, ഒഡെഗാർഡ്, 2 അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഗ്രൗണ്ടിലുണ്ടായിരുന്നു. ഒഡെഗാർഡ് ഡീസൻറ്റ് പരിപാടി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണ് വലിയ തോതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. കാരണം ചെൽസി നല്ല രീതിയിൽ കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആൾ റൈറ്റ് സൈഡിൽ സാക്കയ്ക്ക് പാസ് കൊടുക്കുന്നു. സാക്ക പിന്നെ അവിടെ സാക്കയുടെ ആ ഒരു ഫാൻറ്റാസ്റ്റിക് എബിലിറ്റി ഉണ്ട്. കുക്കുരയ്ക്ക് സാക്കിനെ അവിടെ തടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ സാക്ക വേഴ്സസ് കുക്കുരയ ബാറ്റിൽ അവിടെ സാക്ക വിൻ ചെയ്യുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നു. ഓൾറെഡി യെല്ലോ കാർഡിലാണ്, വല്ലാണ്ട് ഒരു അഗ്രസീവായിട്ടുള്ളൊരു സാധനം ചെയ്യാൻ പറ്റില്ല. പിന്നെ ബോക്സിലാണ് ആൾ പിന്നെ റൈറ്റ് ഫുട്ടിൽ നിന്ന് ലെഫ്റ്റ് ഫുട്ടിലേക്ക് ബോൾ എടുക്കുന്ന സാഹചര്യത്തിൽ കുക്കരയ്ക്ക് തടയാൻ സാധിക്കില്ല. ക്രോസ് വരുന്നു. ചെൽസിയുടെ ഡിഫെൻഡിങ് വാസ് പുവർ. ഫൊഫാനയുടെ മാനാണ് അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെരീനോ. പക്ഷേ മെരീനോയുടെ മൂവ്മെൻറ്റിൽ ഫൊഫാന അവിടെ ബീറ്റ് ചെയ്യപ്പെടുന്നു. ഈസി ഹെഡർ, സാഞ്ചസിനൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് 1-1 ആകുന്നത്. ആർട്ടറ്റ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് ആ വിന്നിങ് ഗോൾ കണ്ടെത്താമെന്നാണ് ആസ്ന വിചാരിച്ചത്. പക്ഷേ ചെൽസിയുടെ വാലിയൻ്റ് എഫേർട്ട്, ചെൽസിയുടെ ആ ഒരു മെൻറ്റാലിറ്റി നമുക്ക് പിന്നീട് അവിടെ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചെൽസി വേറെ ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. വേറൊരു ചേഞ്ചും വരുത്തിയില്ല. ആസ്നൽ പിന്നെയും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് എസേനെ പിൻവലിച്ചുകൊണ്ട് യോക്കരഷ് വന്നിട്ടുണ്ടായിരുന്നു സ്ട്രൈക്കറായിട്ട്. അപ്പോൾ മെരീനോ ആ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഒഡെഗാർഡിൻ്റെ ക്രോസ്, റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് ബോക്സിൽ വന്നപ്പോൾ സാഞ്ചസ് അത് ഈസിലി ഹാൻഡിൽ ചെയ്തിട്ട് ഒരു കൗണ്ടർ അറ്റാക്ക് അങ്ങോട്ട് തൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെഡ്രോനെറ്റ് അതുമായിട്ട് ഡ്രൈവ് ചെയ്തങ്ങ് പോവുക. ആൾ അവിടെ റൈറ്റ് ചോയ്സ് അല്ല എടുത്ത് കട്ടിങ് ചെയ്തിട്ട് ഷോട്ട് അനലൈസ് ചെയ്ത് ഒരു പുവർ ഷോട്ടായിരുന്നു. പകരം എൻസോ ഫെർണാണ്ടസ് അവിടെ ഓപ്ഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെൽസിയുടെ ആ ഒരു അറ്റാക്കിംഗ് ഇൻറ്റൻറ്റ് ആണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ബാഡ് ചോയ്സാണ് പെഡ്രോനെറ്റ് എടുത്തത്. പക്ഷേ കൗണ്ടർ അറ്റാക്കിങ്ങിൽ ത്രട്ടൺ ചെയ്യുന്നുണ്ടായിരുന്നു ആസ്നലിനെ ചെൽസി എന്നുള്ളതാണ്. കൂടുതൽ അറ്റംപ്റ്റുകളും മത്സരത്തിൽ മൊത്തം നടത്തിയിട്ടുള്ളത് ചെൽസി ഫുട്ബോൾ ക്ലബ്ബാണ്. 11 അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്താണ് അടിയറവ് പറയാൻ നിന്നില്ല മരസ്ക. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ റെഡ് കാർഡ് കിട്ടിയപ്പോൾ അടിയറവ് പറയുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. അത് ചെയ്തില്ല. അതൊരു ഭയങ്കര സംഭവമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതും ടേബിൾ ടോപ്പേഴ്സിനെതിരെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു എഫേർട്ട് കൂടി ഉണ്ടായിരുന്നു. സാഞ്ചസിൻ്റെ സേവ് വാസ് ഫാൻറ്റാസ്റ്റിക്. റൈറ്റ് സൈഡിൽ നിന്ന് ടിംബർ ബോക്സിലേക്ക് ക്രോസ് എടുത്തപ്പോൾ യോക്കരഷിൻ്റെ കാലിൽ തട്ടിയിട്ട് അത് മെരീനോ എഡ്ജ് ഓഫ് ബോക്സിലേക്ക് മെരീനോയിലേക്ക് എത്തുന്നു. മെരീനോയുടെ അറ്റംപ്റ്റ് സാഞ്ചസ് നല്ല രീതിയിൽ സേവ് ചെയ്യുന്നു. റീബൗണ്ടിനായിട്ട് യോക്കരഷ് കയറി ചെല്ലുന്നപ്പോൾ അതൊരു ഫൗളാണ്. അവിടെ യോക്കരഷിന് യെല്ലോ കിട്ടി. പക്ഷേ സാഞ്ചസ് വാസ് ഫാൻറ്റാസ്റ്റിക് മാൻ. അതായത് ഈ ആസ്നൽ സെറ്റ് പീസിൽ നിന്നുള്ളൊക്കെ ചെൽസിയുടെ തന്ത്രം അത് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത് തന്നെയാണ്. അതായത് ഹാഫ് ലൈനിൻ്റെ അടുത്ത് 2-3 പ്ലേയേഴ്സിനാണ് നിർത്തുകയാണ്. അപ്പോൾ ആസ്നലിന് എല്ലാവർക്കും കൂടിയിട്ട് അവിടെ സെറ്റ് പീസുകൾ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലാണ് സാഞ്ചസ് വളരെ കംഫർട്ടബിളായിട്ട് ബോളുകൾ സെറ്റ് പീസുകൾ ഹാൻഡിൽ ചെയ്യുന്നു. ആ സംബന്ധിച്ചിടത്തോളം അവിടെ സെറ്റ് പീസിൽ നിന്ന് XG എന്ന് പറഞ്ഞാൽ 0.13 എങ്ങനെയാണ് ഈ സീസണിൽ ഏറ്റവും കുറവ് XG ഈ മത്സരത്തിലാണ് പ്രൊഡ്യൂസ് ചെയ്തത്. കാരണം വെച്ചാൽ ചെൽസി മനോഹരമായി ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് സെറ്റ് പീസുകൾ. കൃത്യമുള്ള തന്ത്രമുണ്ട് ചെൽസിക്ക് സെറ്റ് പീസിൽ അങ്ങനെ ഡിഫെൻഡ് ചെയ്യാനുള്ള. അപ്പോൾ ഈ ഹാഫ് ലൈനിൻ്റെ അടുത്ത് പ്ലേയേഴ്സിനെ നിർത്തുന്നു. അതേപോലെ തന്നെ പിന്നെ ആസ്നലിനെതിരെ ഫിസിക്കലാകുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ എന്താണ് ഗബ്രിയലിനെയും സലീബിനെയൊക്കെ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ട് ആസ്നലിൻ്റെ സെറ്റ് പീസുകളിൽ നിന്നുള്ള മെയിൻ ഉസ്താദുമാരാണ് ഗബ്രിയലാണെങ്കിലും ഈവൻ സലീബ. ഗബ്രിയലാണ് മെയിൻ മാൻ. അപ്പോൾ ഗബ്രിയലിന് ശരിക്കും ഒരു സെറ്റ് പീസുകൾ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അവിടെ ചെൽസിയുടെ തന്ത്രം വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ആസ്നലിൻ്റെ മറ്റൊരു പ്രശ്നം, ഇപ്പോൾ ഈ ഗബ്രിയലും സലീബയും ഇല്ല. അത് ശരിക്കും അവരുടെ ഈവൻ ബിൽഡപ്പ് ഫേസിലും അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞു ജോ പെഡ്രോ താഴോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ എന്താണ് അതായത് മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഹിൻകാപ്പിയക്കും അതേപോലെ തന്നെ മൊസ്കേരയ്ക്കും ബോൾ പ്രോഗ്രസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവരാരും മാർക്കൊന്നും അല്ലെങ്കിൽ പ്രസ് ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ പിന്നെയും ജോ പെഡ്രോ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അവരെ പ്രസ് ചെയ്തിട്ടില്ല. അവരെ ലീവ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ മിഡ് ഏരിയയിൽ ആണ് ചെൽസി പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് കാര്യമായിട്ടുള്ള പാസ് വിൽക്കാൻ സാധിക്കില്ല. ഗബ്രിയലിനെ പോലെയും സലീബയൊക്കെ അതിൽ ഉസ്താദാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ്. അപ്പോൾ അതും
ആസ്റ്റലിനെ ബാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അഥവാ മിഡ്ഫീൽഡിൽ ആരെങ്കിലും ഡ്രോപ്പ് ചെയ്ത് വരാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ സുബിമെൻഡിയുടെയും അത്ര നല്ലൊരു ഗെയിമൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ്. സുബിമെൻഡി യൂഷ്വലി ഒരു കിടിലൻ കൺട്രോളറാണ്, പക്ഷേ ആളിനെയും ചെൽസി നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് ഇടങ്ങറാക്കിയിട്ടുള്ള കാരണം അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഹുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ഈ സ്കോട്ട് ഡെപ്ത് ഉണ്ട് ആസ്റ്റലിന്, പക്ഷേ ഗബ്രിയൽ സലീബ ആ പാർട്ട്ണർഷിപ്പ് മാറുമ്പോൾ അതൊരു വ്യത്യാസം തന്നെയാണ് ആ സംബന്ധിച്ചിടത്തോളം. സെയിം അല്ല അവരുടെ ഡിഫൻസ്, സെയിം അല്ല അവരുടെ ഓവറോൾ പെർഫോമൻസ്. കാരണം കേവലം ഡിഫെൻഡിങ്ങിൽ മാത്രമല്ല, ഈവൻ ബോൾ പ്രോഗ്രഷനിലും ആ ഒരു പാർട്ട്ണർഷിപ്പ് ശരിക്കും ആസനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ്, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള എൻറ്റിറ്റികളാണെന്നുള്ള കാര്യം ഓർക്കേണ്ടത്. അപ്പോൾ അവർ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ട് എന്നത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ബ്രിഡ്ജിൽ ചെൽസിയുടെ പെർഫോമൻസ് വാസ് ഗ്രേറ്റ്. പക്ഷേ ഇത് ആ സംബന്ധിച്ചിടത്തോളം ഒരു ബാഡ് റിസൾട്ടാണോ? 10 വരച്ച് കളിക്കുമ്പോൾ എക്സ്പെക്റ്റേഷൻ എന്താണ്? 11 വെച്ച് കളിക്കുന്ന ടീം ജയിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ടേബിൾ ടോപ്പേഴ്സ് ജയിക്കുമെന്ന് തന്നെയാണ് പിന്നെ അവരുടെ ഫാൻസൊക്കെ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷേ ഇത് ഒരു ഡീസൻറ്റ് പോയിൻ്റ് തന്നെയാണ്. ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിരിക്കും ചെൽസിക്കെതിരെ, പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 10 വരച്ചിട്ട് തോറ്റിരുന്നെങ്കിൽ അത് വല്ലാത്ത രീതിയിലൊരു സൈക്കോളജിക്കൽ അടിയായി പോകാൻ ആ സംശയം. അപ്പോൾ ആ ഒരു അടി കിട്ടിയില്ല. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഷെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവിടെ ഒരു ഫെയർ റിസൾട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ചെൽസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ജയിക്കാൻ ഡിസേർവ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ 10 വരച്ച് കളിക്കുമ്പോഴും ചെൽസി 10 വരച്ചിട്ടാണ് കളിക്കുന്നത് എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഈ ടീമിന് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഏറ്റവും വലിയ ക്രെഡിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ചെൽസിയുടെ അടുത്ത മത്സരം ലീഡ്സിനെതിരെയാണ്. മോശ കേസിയുടെ അടുത്ത 3 മത്സരങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ലീഡ്സ്, ബോൺമൗത്ത്, എവർട്ടൺ. ലീഡ്സ് അവേ, ബോൺമൗത്ത് അവേ, എവർട്ടൺ ഹോം. ഈ 3 മത്സരങ്ങളും അദ്ദേഹത്തെ മിസ് ചെയ്യും. അപ്പോൾ ആൻഡ്രേ സാന്റോസിന് സ്റ്റെപ്പ് ചെയ്യേണ്ട സാഹചര്യമാണ്. റീസ് ജെയിംസിന് അടുത്ത കളിയിൽ കളിപ്പിക്കുന്നുണ്ടായിരിക്കില്ല, മിനിറ്റ്സ് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ എൻസോ മറസ്കയും കോച്ചിങ് സ്റ്റാഫും ഒക്കെ റീസ് ജെയിംസിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഹാൻഡിൽ ചെയ്യുന്ന രീതി, ആളുടെ മിനിറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്ന രീതി ആദ്യമൊക്കെ എനിക്ക് ഇത്തിരി സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വരുന്നുണ്ട്, ആൾ വേണപ്പാ, ആളിനെ ശരിക്കും ഹാൻഡിൽ ചെയ്തേ പറ്റുള്ളൂ. ആളെ ഹാൻഡിൽ ചെയ്തിട്ട് ആളങ്ങനെ ഇഞ്ചുറി ഫ്രീ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുമ്പോൾ ഒന്നും സംഭവിക്കാണ്ടിരിക്കണ്ടേ ടച്ച് വുഡ്. അത് ചെൽസിക്ക് കൊടുക്കുന്നൊരു ഗുണം, ചെൽസിക്ക് കൊടുക്കുന്നൊരു അഡ്വാൻറ്റേജ് ചെറുതൊന്നല്ല. കാരണം വെച്ചാൽ റീസ് ജെയിംസ് അമ്മാതിരി ഫുട്ബോളറാണേ, വേൾഡ് ക്ലാസ് ഫുട്ബോളറാണേ. അപ്പോൾ ആളുടെ മിനിറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്നതിന്, അത് ഇത്ര നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതിന് എനിക്ക് മറസ്കയോട് നന്ദി പറയാനുള്ളൂ, കോച്ചിങ് സ്റ്റാഫിനോട് നന്ദി പറയാനുള്ളൂ, മെഡിക്കൽ സ്റ്റാഫിനോട് നന്ദി പറയാനുള്ളൂ. എനിവേ, അതുപോലെ ആർസണൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടിംബർ വൺസ് അഗൈൻ ഹാഡ് എ ഫാന്റാസ്റ്റിക് ഗെയിം. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഫുട്ബോളറാണ്. അതേപോലെ മെറീനോ ഫോൾസ് നൈനായിട്ട് കളിക്കുമ്പോൾ വൺസ് അഗൈൻ ഒരു ബിഗ് ഗെയിമിൽ ഡെലിവർ ചെയ്തിരിക്കുകയാണ്. 10 പ്രീമിയർ ലീഗ് ഗോളുകൾ, 7 ഹെഡർ ഗോളുകളാണ്. ഫാന്റാസ്റ്റിക് സൈനിങ് ആണ് മിക്കൽ മെറീനോയുടേത്. കാരണം ഒരു വേഴ്സറ്റൈൽ ഫുട്ബോളറെ സംബന്ധിച്ചിടത്തോളം അതൊരു മാനേജർക്ക് ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ഒരു ഡ്രീം സൈനിങ് പോലത്തെ തരത്തിലുള്ള ഒരു പ്ലെയറാണ്. മാത്രമല്ല ആർട്ടറ്റ അങ്ങനെ യൂസ് ചെയ്യുന്ന രീതിയും ഫാന്റാസ്റ്റിക്കാണ്. അതേപോലെ തന്നെ ഡെക്ലൻ റൈസ് സോളിഡ് പെർഫോമൻസ് തന്നെയാണ്. ആ ഈക്വലൈസറിൽ അവിടെ ഹെഡർ വിൻ ചെയ്യാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ടായിരിക്കും. ചെൽസിയുടെ കാര്യത്തിൽ കഴിഞ്ഞാൽ സാഞ്ചസും ബ്രില്യൻ പെർഫോമൻസാണ്. കാരണം ആൾ സേവുകൾ നടത്തുന്ന രീതിയാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവുകളും മത്സരത്തിൽ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സെറ്റ് പീസുകൾ എന്നുള്ള ഒരു കമാൻഡിങ് പ്രസൻസ്, ആളുടേത് ആ ബോളുകൾ ക്യാച്ച് ചെയ്യുന്ന രീതി, ആ ഒരു ബോക്സ് ഡോമിനേറ്റ് ചെയ്യുന്നതൊക്കെ നല്ല രീതിയിലാണ് ഈവൻ സാഞ്ചസും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കിപ്പോൾ റീസ് ജെയിംസിൻ്റെ ആ ഒരു സാധനം, കലിഫിയറി ആ മിഡ്ഫീൽഡിലൂടെ ബോളായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ നോക്കുമ്പോൾ റീസ് ജെയിംസ് വന്നിട്ട് ആ ബോൾ വിൻ ചെയ്തിട്ടുള്ള രീതിയൊക്കെ ഭയങ്കര രസമാണ്. അതായത് കലിഫിയറിക്ക് യെല്ലോ കിട്ടി, റീസ് ജെയിംസിന് ഫൗൾ ചെയ്ത്, അങ്ങനെ കലിഫിയറിക്ക് പകരമായിട്ട് വന്നിട്ടുള്ള ലൂയിസ് കെല്ലിക്കും റീസ് ജെയിംസ് തന്നെ യെല്ലോ കാർഡ് വാങ്ങിക്കൊടുക്കുന്ന ചിത്രം നമ്മൾ കാണുന്നു. റീസ് ജെയിംസിൻ്റെ പെർഫോമൻസ് എനിക്ക് അങ്ങോട്ട് മനസ്സിൽ നിന്ന് പോകത്തില്ല. കാരണം ഓരോ പ്ലെയറാ, ഓരോ ഫുട്ബോളാണ്. അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരം ബ്രെൻഫോർഡ് എമിറേറ്റ്സിൽ, പിന്നെ വില്ല എവയാണോ, വില്ല മത്സരം എവയാണ്. അപ്പോൾ അതൊരു ടഫ് ഫിക്ചർ ആയിരിക്കും. അപ്പോൾ 5 പോയിൻറ്റ്സിൻ്റെ ഒരു ലീഡുണ്ട്. പക്ഷേ 5 പോയിൻറ്റ്സിൻ്റെ ഒരു ലീഡൊന്നും അത്ര വലിയ ലീഡൊന്നുമല്ല പ്രീമിയർ ലീഗിൽ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഇപ്പോഴും തലപ്പത്ത് ആർസണൽ തന്നെയാണ് ഇരിക്കുന്നത്. ചെൽസിനെ സംബന്ധിച്ചിടത്തോളം 24 പോയിൻറ്റ്സാണ്. 3-ാം സ്ഥാനത്താണ് ഇപ്പോൾ ചെൽസി ഉള്ളത്. കാരണം സിറ്റി അവരുടെ കളി ചൂടിയിട്ട് 2-ാം സ്ഥാനത്ത് 25 പോയിൻറ്റ്സുമായിട്ട്. പക്ഷേ 4-ാം സ്ഥാനത്ത് വില്ലയാണ് 24 പോയിൻറ്റ്സുമായിട്ട്. ഉനായ് എമറിയുടെ വില്ലയ്ക്ക് സെയിം പോയിൻറ്റ്സാണ് ചെൽസിയിൽ. അത്ര തന്നെ പോയിൻറ്റ്സ് ഉണ്ട്. അവരുടെ സ്റ്റാർട്ട് അത്ര മികച്ചായിരുന്നില്ല, പക്ഷേ എത്ര മനോഹരമായിട്ടാണ് അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഉനായ് എമറി അത്ര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ബോളറാണ്. ചെൽസിയുടെ അത്രയോ ആർസണലിൻ്റെ അത്രയോ മാൻ സിറ്റിയുടെ അത്രയോ ഒന്നും ബഡ്ജറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ മൾട്ടി-മില്യൺ പൗണ്ട് ഫുട്ബോളേഴ്സോ ഇല്ലാത്തൊരു സൈഡാണ് ആസ്റ്റൺ വില്ല. അപ്പോൾ എമ്മാതിരി കോച്ചിങ് ജോബാണ് ഉനായ് എമറിയുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ നമ്മൾ സംസാരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഞാൻ തന്നെ സംസാരിക്കേണ്ട തരത്തിലൊരു കാര്യമാണ്. ഞാൻ എന്തായാലും അവരെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വില്ല വൂൾസിനെതിരെ 1-0 ജയിച്ചിട്ട് 24 പോയിൻറ്റ്സ് ഇരിക്കുന്നു. ബ്രൈറ്റൺ 13 മത്സരങ്ങളിൽ 22 പോയിൻറ്റ്സ് ഉണ്ട്. സണ്ടർലാൻഡ് 22 പോയിൻറ്റ്സ് ഉണ്ട്. യുണൈറ്റഡ് 21 പോയിൻറ്റ്സ്. അപ്പോൾ സണ്ടർലാൻഡിൻ്റെയും ബ്രൈറ്റൻ്റെയും വില്ലയുടെയൊക്കെ പ്രകടനം ഹാസ് ബീൻ ഫാന്റാസ്റ്റിക്. അപ്പോൾ എന്തായാലും
ഇതാണ് ചെൽസിയുടെ അടുത്ത മത്സരം ലീഡ്സ് അവയാണ്, അത് ജയിച്ചേ പറ്റുള്ളൂ, അത് വേറെ കാര്യം. കോൾ പാമർ ഉണ്ടായിരിക്കും, കോൾ പാമർ തിരിച്ചു എന്നുള്ളത് ഹ്യൂജ് പൊസിഷൻ. കോൾ പാമറിൻ്റെ എസ്താവലേക്ക് ഒരുമിച്ച് കളിപ്പിക്കാൻ പോകുന്നു മരസ്ക എന്നുള്ളത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഒരു പെർഫോമൻസ് കാണാൻ സാധിച്ചു. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ലോങ് മേ ഇറ്റ് കണ്ടിന്യൂ. സീസൺ തുടങ്ങിയിട്ടുള്ളൂ. ഒന്നിനും ഒരു തരത്തിലും നമുക്ക് എന്താണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ പ്രോഗ്രസ് കാണുന്നുണ്ട്. ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് ഗുഡ്. മറ്റു അദ്ദേഹത്തെ കൊണ്ട് കാണാം. ഗുഡ് ബൈ.